എന്താ തമ്പുരാൻ ആൾക്കാർ മുഴുവൻ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട്. അടച്ചോനെ ആൾക്കാർ മുഴുവൻ എന്നെ മോത്തിക്കാള ടയറൊക്കെ ദിമ കയറ്റി വെച്ചാ പിന്നെ എങ്ങനെ ദൂരില്ല. മോട്ടി എങ്ങനെ ഇറങ്ങണ്ടോ? ഫസ്റ്റത്തെ ട്രിപ്പിന് ഇരിക്കണം കേട്ടോ. നോക്കണേ വീഡിയോ എന്തോ ഇറങ്ങിക്കൂടെ ഈ ഒരു പലാലിനെ കൊണ്ട് നാട്ടിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാന്ന് മുകുട് ഒരുങ്ങണ്ടേ പുന്നാല് പൊട്ടത്തിൽ കല്യാണത്തിനാ പോണേ വേറെ എന്തൊരു തലയിൽ എന്റെ കുട്ടിയുടെ ഡയപ്പറോ അതിന് കല്യാണത്തിന് മുമ്പ് തൊപ്പി കുടിച്ചോ ഒരു ഒലക്കണെടുത്താ ഓരൊന്നും അടിച്ച് കൊല്ലുന്ന ദിവസമാണ്. അല്ലാ ഇമ്മച്ചാ നമ്മളെ വരെയത്തെ സെലിബ്രേറ്റ് നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസിന് ഇപ്പൊ എത്ര രൂപയാവും? ജ്യൂസിനൊന്നും 50 റുപ്യ ജ്യൂസിന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ 50 തരാം. എന്റെ ഞാനും തരാം. അന്നങ്ങൾ 2 പൈസ ചെത്തി തരും. തൊപ്പി വാങ്ങി എത്രയാണെങ്കിൽ ആ തലമ കുടുങ്ങി പോയി പണിയൊക്കെ ഇതെന്താണ് ഫോൺ കൂടി ചെയ്ത് നാട്ടുകാർക്ക് മുഴുവൻ വായിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്താണ്. എങ്ങനെയുണ്ട്? തന്നെ നല്ല അഭിപ്രായം. എന്താ അവിടെ ഒരു 3 ജ്യൂസ്. 3 ജ്യൂസിന് 150 ആണ്. ഇതിൽ 100 ഉള്ളല്ലോ. ഇതൊന്ന് വായിച്ചാ മതി. എന്റെ ഇറങ്ങാൻ പറ്റാ ഇപ്പാലോട്ട് ഇവിടെ വന്നാണി. എന്തായാലും കൈമന്ന് കിട്ടിയേ? കൈമന്ന് ലൈക്ക് കിട്ടി, ഫോളോസ് കിട്ടി. പേര് ഒച്ചപ്പാട് കൊന്നു. തേങ്ങ മുങ്ങിയോ? കയ്യിൽ പൈസ ഇല്ല, ദൈവത്തെ ഓർത്ത് നാറ്റിക്കരുത്, 2 ജ്യൂസ് 3 ആക്കി തരണം. സർപ്രൈസ് ക്രാക്കൊക്കെ കിട്ടി. ഇനി ഇപ്പച്ചി മാത്രമേ ലൈക്ക് അടിച്ചാനുള്ളൂ. അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തന്നെ അടിച്ചാലോ? വേഗം അടിച്ചാലോ, സമയം തേങ്ങ മുങ്ങിയേ മോട്ടി. എന്തിനാണ് അതിലിട്ട് പാടിച്ചിട്ടുണ്ട്? നോക്കാ നിങ്ങൾ കുട്ടിക്ക് കല്യാണത്തിന് പോകുമ്പോൾ എടുക്കാതെ ഡയപ്പറാണോ തലയിലിട്ടിക്കണത്? എത്ര ജ്യൂസാ പറഞ്ഞത്? 6 രൂപ. എന്നിട്ട് എന്തായാലും 2 ജ്യൂസ് 3 ആക്കുന്നു. ജ്യൂസ് കൊണ്ടാ പൈസ അടിക്കാം. ഒരു പണിയില്ല. വാ, എന്റെ കുട്ടിക്ക് ഞാനല്ലാതെ വേറെ ആരാ ലേക്ക് അടിച്ചു? ഒറ്റ മിനിറ്റ്. ഞാൻ ചിലപ്പോ ലേക്ക് അടിച്ചുമ്പോളേ നല്ല ഒച്ചയ്ക്ക. അപ്പൊ കുരിശ് കേട്ട വേറെ എന്റെ ആ ഡയപ്പർ ഇട്ട് കൊടുത്താണ് കുട്ടീനെ കല്യാണത്തിൽ കൊണ്ടുവരണ്ട. പുളിഞ്ചോട് സ്പാനോടെ തക്കാരത്തിന് പോയപ്പോഴേ ആ കുട്ടീനാണ് പിടിച്ചേറിനെ ചോർമുള്ളൂ. നാറിയിട്ട് അന്തല്ലാതെ പന്തൽ തന്നെ ഒഴിവാക്കിയോല്. ഇത്രത്തോളം ആൾക്കാരെ അടിയിൽ ഞാൻ ഫേമസ് ആണെന്നുണ്ടെങ്കിലേ ഇപ്പൊ അന്റെ പട്ടി അല്ല ഇപ്പച്ചിന്റെ കുട്ടി എന്താ ചെയ്തു കാണിച്ചെന്നാ. പിന്നെ എന്റെ സെലിബ്രിറ്റിക്ക് ഇതെന്താ 250? 1 50 കൂടി വേണ്ടേ? അത് സ്ഥലം 50 അല്ലേ? അത് പോട്ടെ, എടുക്കട്ടെ, പാവങ്ങളല്ലേ, നമുക്ക് പോവാ. അത് വിട്ടാ പറ്റൂല. 50 കൂടി കാണേ. ഇതതിനാ ഡയപ്പർ അല്ലത് ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ്. ബബാ എന്നാണ് ഇതിന്റെ പേര്. അതിനത് ലീക്ക് ആവില്ല. പച്ചത് കുട്ടികൾക്കല്ല കംഫർട്ട് വേണേ. എന്തോലക്കാണ് ഇടക്കിടക്ക് ഇങ്ങനെ പൊളിച്ചു നോക്കിയാണ്. അതാ സ്റ്റെപ്പ് കൊടുക്കാൻ മറന്നു. എനിക്ക് ലൈക്ക് അടിച്ചണ്ടേ? പെട്ടെന്ന് അടിച്ച് ടൈമില്ല. അതിനല്ല ആൾക്കാർ ഇങ്ങനെ അല്ല പോയിക്കോട്ടെ, വാങ്ങിണ്ടായിരുന്ന 150 ആ പിച്ചകാശം നമുക്ക് വേണ്ട. അത് പോന്നാണി ഇഞ്ചെന്തൊരു മാറില്ല നിക്കണ്ടേ. അങ്ങോട്ട് വാ. വയറലായി തന്നെ വയറൊക്കെ ഞാൻ ഒരു മനുഷ്യന്റെ ഉടൽമേലാണെങ്കിൽ തിരക്കടി കൂടെ നോക്കാൻ എന്നെ കൊണ്ടാവില്ല. അതിന് ഈ ഡയപ്പറും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു മഞ്ഞ വരണ്ട്. അത് ബ്ലൂ വര എത്തിക്കഴിഞ്ഞാൽ നിറഞ്ഞിക്കണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മാറ്റി കൊടുക്കേ. എന്നിട്ടില്ലേ ഗോറില്ലേ മുകളിൽ തലച്ചേക്കേ? ഇപ്പൊ ഗോറില്ലൊരു ട്രെൻഡ്. ആ ട്രെൻഡ് എഡിറ്റർ ഒന്നും വരി. എന്ത് പണിയാണ് ഇപ്പൊ ചെയ്തു? 150 കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ പേരിക്കണ? എന്റെ കയ്യിൽ പൈസ ഇല്ല, ദൈവത്തെ ഓർത്ത് നാട്ടിക്കരുത്. 2 എഡിറ്റിംഗ് പഠിച്ച അത്ര വലിയ പൂതി ഉണ്ട്. പിന്നല്ലേ ഞങ്ങളോട് എത്ര കാലമായിട്ട് ഇങ്ങനെ പറയണേ. എന്റെ ചങ്ങായിമാരൊക്കെ പോയി അവിടെ പോയിട്ടാ പഠിച്ചിക്കണത്. എവിടെ എന്ത് കാര്യത്തിന് ഇന്റെ അടുത്ത് പൈസ അങ്ങനാണല്ലോ? ഇത് ഞാൻ അറിയാതെ ഓർഡർ ചെയ്തേ. അതിനിപ്പച്ചി ഇബല പേജിൽ നിന്ന് ആദ്യം ഓർഡർ ചെയ്യുന്ന 100 ആൾക്കാരിൽ നിന്ന് 2 ആൾ ജ്യൂസ് 3 ആക്കി തരണം. ഒന്നും ഇവിടെ തന്നാക്കണം. പൈസ അല്ലെങ്കിൽ അതാണ് പറഞ്ഞാ പോരെ. മനുഷ്യനെ നാട്ടിക്കാൻ വേണ്ടി എഡ്യൂക്കേഷനില് അന്നെ ഞാൻ ചേർത്തു പറഞ്ഞാ ചേർത്തു. ഇന്ന് ഇതിന്റെ തല വെട്ടിക്കണ്ട കൊരങ്ങനെ മുകളിലെ കൊണ്ടച്ചേ. ഇവര് ഫ്രീ ആയിക്കാണ്ട് കുളുമണാലിക്ക് കൊണ്ടോണ്ടേ. എന്താ ഡയപ്പറിന്റെ പേര് എന്ന് പറഞ്ഞേ? ബബാ പാൻസ്. ഓനെ തലേന്ന് ഞാൻ ഊരിത്ത. നാളെ എവിടെ കൊണ്ടുവെക്കുന്നത് പഠിച്ച തമ്പുരാൻ തന്നെ അറിയുള്ളൂ. ആ മാറ്റിക്കോ. ബാബ ബാബ വിളിച്ചോ? ആ സെറ്റ് ഊരി തീർത്താ എല്ലാരും മാറ്റി ഇറങ്ങിക്കോളി.